പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്നതോ ലക്ഷ്യമിടുന്നതോ ആയ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വീഡിയോകളും നീക്കം ചെയ്യാൻ ഡൽഹി പോലീസ് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നോട്ടീസ് നൽകിയെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്താണ് ഡൽഹി പോലീസിന്റെ വിശദീകരണം? എന്തുകൊണ്ടാണ് ഈ നടപടി വിവാദമാക്കുന്നത്? റിപ്പോർട്ടുകൾ പ്രകാരം ജന്തർ മന്ദറിൽ നടന്ന സമീപകാല യുവജന പ്രക്ഷോഭങ്ങൾക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അപകീർത്തികരവും അധിക്ഷേപപരവുമായ ഭാഷ ഉപയോഗിച്ചിട്ടുള്ള പോസ്റ്റുകൾ കണ്ടെത്തിയെന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. തുടർന്ന് 3 പ്രധാന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഇത്തരം ഉള്ളടക്കം നീക്കം ചെയ്യാൻ നോട്ടീസ് നൽകിയെന്നാണ് വിവിധ ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. പോലീസിന്റെ സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് വിഭാഗം ഇത്തരം പോസ്റ്റുകൾ നിരന്തരം പരിശോധിക്കുന്നുണ്ടെന്നും പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന ഉള്ളടക്കവും നിരീക്ഷിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ഇവിടെ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഏത് നിയമപ്രകാരമാണ് ഈ പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടത്? ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇത് സംബന്ധിച്ച വ്യക്തമായ നിയമവ്യവസ്ഥ ഏതാണെന്ന് ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിയമവിദഗ്ധരും മാധ്യമപ്രവർത്തകരും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) പൗരന്മാർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. എന്നാൽ അതേസമയം ആർട്ടിക്കിൾ 19(2) പ്രകാരം പൊതുശാന്തി, ദേശീയ സുരക്ഷ, അപകീർത്തി തുടങ്ങിയ കാരണങ്ങളാൽ യുക്തിസഹമായ നിയന്ത്രണങ്ങൾ സർക്കാരിന് ഏർപ്പെടുത്താൻ കഴിയുകയും ചെയ്യുന്നു. അതിനാൽ വിമർശനവും അധിക്ഷേപവും തമ്മിലുള്ള അതിർത്തി എവിടെയാണ് എന്നതാണ് ഇത്തരം കേസുകളിൽ നിർണായകമായ നിയമചർച്ച. ഡൽഹി പോലീസിന്റെ നിലപാടെന്താണ്? റിപ്പോർട്ടുകൾ പ്രകാരം നിയമവിരുദ്ധമോ പ്രകോപനപരമായ ഉള്ളടക്കം നീക്കം ചെയ്യുക എന്നതാണ് ലക്ഷ്യം. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പൊതുശാന്തി തകർക്കാൻ സാധ്യതയുള്ളത് അടക്കം കണ്ടെത്തുകയും അതിനെതിരെ നടപടിയെടുക്കുകയും ചെയ്യുകയാണെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത്. പക്ഷേ വിമർശകർ പറയുന്നത് മറ്റൊന്നാണ്. ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രധാനമന്ത്രിയെയോ സർക്കാരിനെയോ വിമർശിക്കുന്നത് തന്നെ കുറ്റകരമാകരുത്. വ്യക്തമായ നിയമലംഘനമില്ലെങ്കിൽ വിമർശനപരമായ അഭിപ്രായങ്ങളും രാഷ്ട്രീയ ആക്ഷേപങ്ങളും നീക്കം ചെയ്യാൻ സമ്മർദ്ദം ചെലുത്തുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്നാണ് അവരുടെ വാദം. ഈ വിഷയത്തിൽ രാഷ്ട്രീയവും നിയമപരമായ ചർച്ചകളും ശക്തമാണ്. ഇന്ത്യയിൽ സോഷ്യൽ മീഡിയ ഉള്ളടക്കം നീക്കം ചെയ്യുന്നത് ഇതാദ്യമല്ല. മുൻപ് വിവിധ സംസ്ഥാന പോലീസ് വകുപ്പുകളും കേന്ദ്ര ഏജൻസികളും വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് ടേക്ക് ഡൗൺ നോട്ടീസുകൾ നൽകിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദേശീയ സുരക്ഷ, വ്യാജ വാർത്ത, വിദ്വേഷ പ്രസംഗം, അക്രമത്തിന് പ്രേരണ എന്നിവ ഉൾപ്പെടെ പല കാരണങ്ങൾ അത്തരം നടപടികൾക്ക് പറയപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ സംഭവത്തിൽ മറ്റൊരു ചോദ്യം ഉയരുന്നുണ്ട്: അപകീർത്തികരമായ ഭാഷ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഒരു പോസ്റ്റ് ശക്തമായ രാഷ്ട്രീയ വിമർശനമോ അതോ നിയമലംഘനമോ ചെയ്യുന്ന അധിക്ഷേപമാണോ എന്ന് എങ്ങനെ തീരുമാനിക്കുന്നു? ഇതാണ് പല നിയമവിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന ആശങ്ക. ഇതുവരെ ഡൽഹി പോലീസ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം നിരവധി പോസ്റ്റുകൾ ഇതിനകം തന്നെ പ്ലാറ്റ്ഫോമുകൾ നീക്കം ചെയ്തിട്ടുണ്ടെന്നും നിരീക്ഷണം തുടരുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വലിയ ചോദ്യം ഇതാണ്: സോഷ്യൽ മീഡിയയിലെ രാഷ്ട്രീയ വിമർശനങ്ങൾക്ക് എവിടെയാണ് അതിർത്തി? അഭിപ്രായ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അധിക്ഷേപകരവും നിയമവിരുദ്ധവുമായ ഉള്ളടക്കത്തിനെതിരെ കർശന നടപടി വേണമോ? ഈ 2 നിലപാടുകൾക്കിടയിലാണ് ഇപ്പോഴത്തെ വിവാദം. ഈ വിഷയത്തിൽ വിവിധ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും നിയമ നടപടികളുടെ കൃത്യമായ അടിസ്ഥാനവും ഭാവിയിൽ ഉണ്ടാകുന്ന ഔദ്യോഗിക വിശദീകരണം ശ്രദ്ധിക്കേണ്ടതാണ്. കോടതി ഇടപെടലുകളോ സർക്കാർ വിശദീകരണങ്ങളോ വന്നാൽ ഈ വിഷയത്തിന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്.